അതെല്ലാരെയും അറിയിച്ചിട്ട് മാത്രം മതി. അച്ഛനും മകനും കൂടെയുള്ള ഈ രഹസ്യ കച്ചവടം ഇല്ലേ, അത് വേണ്ട. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതെ, അങ്കിളിന്റെ ഭാഗത്ത് തെറ്റുണ്ടേ. ഇത് കുടുംബം മൊത്തമായിട്ട് എടുക്കേണ്ട തീരുമാനമാ. കഴിഞ്ഞ തവണ അവള് നാട്ടിൽ പോയിട്ടുണ്ടാക്കിയ പുലിവാലികളൊക്കെ ഡാഡിക്ക് അറിയാലോ. ഇത്തവണയും പുറപ്പെടാൻ തയ്യാറായി നിന്നോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ അവള്. നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ? അറിയാം. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിച്ച ശീലം. ചെന്നുണ്ടാക്കി വെക്ക്. വിശക്കുമ്പോഴെങ്കിലും നന്ദിനെ കുറിച്ച് എല്ലാവരും ആലോചിക്കുന്നുണ്ടല്ലോ, അത് നല്ല കാര്യം. ഊണിലും ഉറക്കത്തിലും ഡാഡി ആലോചിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഇത്രയും മതി. നീ വടി. നല്ല മഞ്ഞുണ്ടല്ലോടാ. ഇത്രയും നേരം അയാൾക്ക് ഹാപ്പി ഇല്ലായിരുന്നു. നൗ ഷീസ് ഓക്കെ. നന്ദിനി, ക്യാമ്പ് ഫയർ ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഞങ്ങളും ഇതൊക്കെ ചെയ്യാറുണ്ട്. എവിടെ? മഞ്ഞൊക്കെ പെയ്തിട്ട് നല്ല തണുപ്പ് വരില്ലേ? അപ്പൊ മുത്തശ്ശി ഓലയും ചുള്ളിക്കമ്പും ഒക്കെ ഒടിച്ച് ഇതുപോലെ അങ്ങ് തീയിടും. എന്നിട്ട് ഞങ്ങളെ എല്ലാരെയും വിളിച്ച് ഇതുപോലെ അങ്ങ് ഇരുത്തും. എന്നിട്ട് ഞങ്ങൾ അതില് ചക്കക്കുരു ചുട്ടു തിന്നും, കശുവണ്ടി ചുട്ടു തിന്നും. എന്ത് രസാന്നറിയോ അതൊക്കെ. വിവേകേ, ഈ ചക്കക്കുറി എവിടെ കിട്ടും? നമുക്ക് ഇപ്പൊ അത് റീക്രിയേറ്റ് ചെയ്യണം. അല്ല, ഈ നേരത്തെ ചക്കക്കുരുവിന് എവിടെ പോവാനാ? ഞാനേ മാനേജറോടും ചോദിച്ചു നോക്കാം. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞു.